സോ ഹലോ ഗൈസ്, ഇത് എർക്കാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെൻറ് ആൻഡ്രൂസ് ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലെ ചവറൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനുണ്ട്, സ്റ്റാൻലി ഉണ്ട്, അനുമ്പ് അവിടെ എവിടെ പോയിട്ടുണ്ട്. ബാക്കി രണ്ടുപേരും വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇനി അവർ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യണവരെ നമ്മളിവിടെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കണം. അപ്പം അവർ വരുമ്പോൾ കാണാം. ഹലോ ഗൈസ്, ഇപ്പം ഞാൻ ഇവിടെ ബീച്ചിൽ വെറുതെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടുപേര് ഇതുവരെ വന്നിട്ടില്ല. ഓൾമോസ്റ്റ് അരമണിക്കൂറായി, ഇവർക്ക് എത്തിയിട്ടില്ല. എത്തുമ്പം ഒന്ന് നോക്കാം, എത്തുമ്പോൾ ഒന്നുകൂടി. അതുവരെ ബൈ. സോ ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ജയറാം വന്ന്, അബേ വന്ന്, അനൂപ് വന്ന്, സ്റ്റാൻലി അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സോ ഹായ് ഗൈസ്, നമ്മൾ മാർവാനൂസ് കോളേജിലെ ബികോം സ്റ്റുഡൻസ് ആണ്. നമ്മളിപ്പം സെക്കൻഡ് ഇയർ ആണ്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സിനായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യണം. അത് സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ബീച്ച് ക്ലീനിങ് ആണ് ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി അനൂപ് പറയും. കാണിക്കുന്നത് ഓക്കെ. അപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് എത്ര ഹാനികരമാണെന്ന് നമുക്കറിയാം ഈ സൊസൈറ്റിക്കും എൻവയോൺമെൻറ്റിനും. അതേപോലെ തന്നെ ഇവിടെ ബീച്ച് ആയതുകൊണ്ട് തന്നെ അവിടെ ഫിഷറീസിനും ഇവിടെ കുറേ പട്ടികളുമുണ്ട്. അപ്പം അവർക്കും ദോഷമാണ്. അതേപോലെ തന്നെ വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു നമ്മളൊന്ന് വൃത്തിയാക്കി സൊസൈറ്റിക്ക് വേണ്ടി വല്ലതും ചെയ്യാമെന്ന്. അപ്പോൾ ഇനി നമ്മൾ വൃത്തിയാക്കുന്നതിലേക്കാണ് കടക്കാൻ പോകുന്നത്. നന്ദി. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ എത്ര വേസ്റ്റുകൾ ഉണ്ടെന്ന്, പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്കത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം, എങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കി വരുന്നതെന്ന്. അങ്ങനെ നിൽക്കുന്നു വേണ്ട, നടന്ന് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുവാണ്. അതിന് ഒന്നുകൂടി തുടങ്ങും. അത് നമുക്ക് കുറച്ച് നേരം വീട്ടിൽ പോകും. ഇവിടെ കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ കുറച്ച് വീട്ടിൽ പോകും നേരത്തെ. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റേ ചെയ്ത് ഇവിടെ കാലിൽ ഫുൾ വെള്ളമായി. ഇവിടെ എൻ്റെ ഫ്രണ്ട് അബേ, അവൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ അവിടെ രണ്ടിരിക്കണം. പിന്നെ ബാക്കിൽ ജയറാം എവിടെയുണ്ട്. സോ ഹലോ, ഞാൻ വീട്ടിൽ എത്തിയിട്ട് ഉടുപ്പ് മാറ്റി. പിന്നെ നമ്മൾ ബീച്ചിൽ ക്ലീനാക്കിയത് നമുക്ക് ഇങ്ങനെയാണ് ക്ലീനാക്കിയത്. നമുക്ക് നേരത്തെ വരേണ്ടി വന്നു. അപ്പം അത്ര ക്ലീനാക്കിയില്ലെങ്കിലും നമുക്ക് കുറേ ക്ലീനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്സ് കുറേ വലിയ പ്ലാസ്റ്റിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽസ്, ഇങ്ങനെ പാത്രങ്ങളാണ് എല്ലാം അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി പറഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കതെടുക്കാൻ പറ്റില്ല. ചെറുത് പറയുമ്പം ഇത്ര ചെറുത്, അപ്പം നമുക്കതെടുക്കാൻ പറ്റില്ലല്ലോ. എടുക്കാനുള്ള പേഷ്യൻസും ഇല്ല. അത് ഒരുപാട് എനിക്കൊന്ന് അവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി നടന്നതാണ് തോന്നുന്നു നമ്മൾ പോണ മുമ്പ്. അവിടെ ഇതുണ്ടായിരുന്നു, കുറേ ചവറുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റിയതോടെ നമ്മൾ കളഞ്ഞിട്ട് നമ്മളൊക്കെ വീട്ടിൽ വന്നു. അപ്പം ഓക്കെ, ബൈ.